ഹലോ, നമസ്കാരം. ഇത് വന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. അത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നോട്ടിഫിക്കേഷനാണ്. ജോലി അവസരമാണ്. ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എവിടെ ഇതിന്റെ ലിങ്ക് കിട്ടുക, അതെല്ലാം ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ അവസാനം വരെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കാണുന്ന ആൾക്കാര് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കോ ബന്ധുക്കൾക്കോ കുടുംബക്കാർക്കോ സുഹൃത്തുക്കൾക്കോ അവരുടെ മക്കൾക്കോ പറ്റുന്നതായിരിക്കും. അപ്പൊ അവർക്ക് ഈ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഒന്നോ രണ്ടോ വെച്ചിട്ട്, ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെയാണ്. വേറെ രാവിലെ ഒരുവിധം ദിവസം രാവിലെ എല്ലാം പോസ്റ്റിടുന്ന ഗൾഫ് ജോലിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ജോലി നിങ്ങൾ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതാണ് ഇഷ്ടം നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് വന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്കുള്ളതാണ്. അത് ഏതാണ് സ്ഥാപനം എല്ലാം ഇത് കേട്ട് കഴിഞ്ഞ് മനസ്സിലാവും. എന്താണ് ക്വാളിഫിക്കേഷൻ, എപ്പോൾ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം, മാർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എല്ലാം ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ആയി പറയുന്നുണ്ട്. അപ്പൊ ഞാനത് അധികം നീട്ടി വലിക്കാതെ കാര്യത്തിൽ കിടക്കാം. ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് മെട്രിക്കുലേഷൻ ഓർ ഇക്വലന്റ്, അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഓക്കെ. എന്നിട്ട് പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. From a recognized board of skilled trades on or before closing date of receipt of online application form, that is barber, bootmaker, cobbler, tailor, cook, carpenter, nail. ഇവർക്കൊക്കെ ഇതിൽ വേക്കൻസി ഉണ്ട്. ഫുള്ള് വായിച്ചു നോക്കാറുണ്ട്. ഓക്കെ. ഞാനിത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് മനസ്സിലാവും. പിന്നെ അതിൽ തന്നെ വേറെ വിഭാഗം മെട്രിക്കുലേഷൻ ഓർ ഇക്വിവലന്റ്, 10ാം ക്ലാസ് പാസ്സാവുക, അതിനോ തത്തുല്യമായോ ആയത് പാസ്സായത്, അതായത് അത് ഫോർ അൺസ്കിൽഡ്. നേരത്തെ പറഞ്ഞത് സ്കിൽഡ് ആയിരിക്കണം. ഓക്കെ. അതിന് സ്കിൽഡ് ആയത് ITI അങ്ങനെയുള്ളവർക്ക് അതിൽ പറ്റും. SSLC പ്ലസ് ITI. ഇത് വന്നിട്ട് വെറും SSLC പാസ്സായാൽ മതി. അത് അൺസ്കിൽഡ് ട്രേഡ്സ് ആണ് വരിക. ഓക്കെ. അപ്പൊ ഇത് ആർക്കാണ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അറിയേണ്ടത് ഏജ് ലിമിറ്റ് ആണ് അറിയേണ്ടത്. അപ്പൊ ഏജ് ലിമിറ്റ് അറിയാൻ ഇത് 18 മുതൽ 23 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 18 വയസ്സും 23 വയസ്സും എന്ന് പറഞ്ഞാൽ ആർക്കാണ്, ഏതാണ്, എന്താണ് എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. വളരെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണ്ടത് നോട്ട് ചെയ്ത് പെന്നും പേപ്പറിലും. ഇത് അപ്ലൈ ചെയ്യുന്നവര് 2/8/2002 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റിൽ ജനിച്ചവരും കൂടി ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പോ ഇപ്പൊ നമ്മള് ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഏജ് പറഞ്ഞു. ഇനി എന്താണ് അറിയേണ്ടത്? ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇതിന്റെ റിലാക്സേഷൻ വരുന്നത് ഷെഡ്യൂൾ കാസ്റ്റിന് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്, എക്സ് സർവീസ്മെൻ ഉണ്ട്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് അപ് ടു 3 ഇയേഴ്സ് ഉണ്ട്. അതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി നമ്മൾക്ക് അറിയേണ്ടത് എന്താണ്? ഹൗ ടു അപ്ലൈ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേജ് 6-ലാണ് ഉള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഞാൻ എങ്ങനെ ഈ പേജ് 6-ൽ പോയതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഹൗ ടു അപ്ലൈ. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അപ്ലിക്കേഷൻ മസ്റ്റ് ബി സബ്മിറ്റഡ് ഓൺലൈൻ ഇവിടെ എഴുതിയിരുന്നു. നോക്കൂ, ഈ വെബ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ലിങ്ക് ഞാൻ തരും. ഓക്കെ. ഇതിന്റെ എല്ലാം കൂടി ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇതിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്തത് ഇനി എന്താ വേണ്ടത്? അപ്ലിക്കേഷൻ ഫീയും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. അത് ചിലവർക്കില്ല, ചിലർക്ക് വേണം. അതൊക്കെ നിങ്ങൾ അതിൽ വായിച്ച് മനസ്സിലാക്കുക. അതായത് OBC SC ST അവർക്കില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഡീറ്റെയിൽസ്. ഇനി നമ്മുടെ ഒരു ഇത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന് ഇവിടെ ഈ ഇതിലേക്ക് വരിക, ഈ ലിങ്കിലേക്ക്. അതെങ്ങനെ വരേണ്ടത് എന്നുള്ളത് ഇതിന്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് കാണുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ ടു അപ്ലൈ, ഇവിടെ അമർത്തി കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന്റെ ലിങ്ക് അതിന്റെ ഓപ്പൺ ആവും. അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണത്. അതിൽ പോയിട്ട് നിങ്ങളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ അതെല്ലാം അപ്ലൈ ചെയ്യാം, എല്ലാം സബ്മിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിന് മുകളിൽ വല്ല ഹെൽപ്പ് വേണമെങ്കിൽ ഇതിൽ കമന്റ് ചെയ്താൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതല്ല സാധാരണ രീതിയിൽ നമ്മൾ ഒരു CSC സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ. പിന്നെ അടുത്തത് അതായി ഇത് വന്നിട്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇത്. അതായത് CISF എന്ന് പറയും. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വലിയ വലിയ സ്ഥാപനങ്ങൾ, എയർപോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലുള്ളതാണ്. പിന്നെ വലിയ മറ്റേ പാർലമെന്റ് മന്ദിരം, ഇനിയുണ്ട് വലിയ വലിയ ഭാരത് ഇലക്ട്രോണിക്സ്, BHEL, അവിടുത്തെ സെക്യൂരിറ്റികൾ, അവിടുത്തെ ഇത് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്യൂരിറ്റിക്ക് എന്നല്ല കൊടുക്കുന്നത്.
CASF എന്ന് പറയുന്ന പിന്നീട് കുറേ സൈറ്റുകൾ ഗവൺമെന്റിന്റെ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈവൻ സ്റ്റേറ്റ് റിക്വസ്റ്റ് ചെയ്ത് അവർക്കും കിട്ടുന്നതാണ് ഈ CASF എന്ന ആൾക്കാരെ എമർജൻസിക്ക് അവർ അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് CASF കൺട്രോൾ ആയിരിക്കും. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും ടിക്കറ്റും ഒക്കെ ചെക്ക് ചെയ്യുന്ന ആള് CASF ഭടനായിരിക്കും. ഓക്കെ, അവർക്കാണ് അത് കൊടുക്കുള്ളൂ. ഓക്കെ, അതാണ് CISF എന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണ്. ഇതിന്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ 21,700 to 69,100. ഇത് ഓക്കെ 21,700 സ്റ്റാർട്ടിങ് മുതൽ ആദ്യം ജോബിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കഴിയുമ്പോഴേക്കും 69,100 വരെ മേടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാനൊന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. വേറെ ഇത് ഈ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റിന്റെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 44 പേജാണ് ഇത് അവിടെ 44 പേജ്. ഇതെല്ലാം വായിച്ചിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്ന തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ വളരെ വേണ്ടപ്പെട്ട ക്രക്സ് ആയിട്ടുള്ള ഭാഗം ഞാൻ ഇതിൽ പറഞ്ഞു. അത് പ്രകാരം ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്ത് ലാസ്റ്റ് ഇനി ഈ ലിങ്കിലേക്കൊക്കെ എങ്ങനെ വരാമെന്ന് ഈ വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കുക, അതിൽ പ്രസ് ചെയ്യുക, അവിടെ പോവുക, അവിടെ പോയിട്ട് ഇതിൽ ലിങ്ക് അമർത്തുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, പേയ്മെന്റ് UPI ID വഴി അടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറേ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഒരു വെബ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ അമർത്തി അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിലാണ് വരിക. അതിൽ കുറേ ജോബുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എങ്കിലേ ഇതിൽ വരേണ്ട ആവശ്യമുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റീഡ് മോർ അമർത്തുക. അമർത്തി കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതിൽ ഉണ്ടാവും. പക്ഷേ എല്ലാറ്റിലും ഇത് വേണ്ടിയില്ല. ചിലതൊക്കെ അതിൽ തന്നെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഫുള്ള് ഇവിടെ ഉണ്ട്. ഇതവിടെ അമർത്തി ഇപ്പോൾ ഇതിൽ വന്നു. അമർത്തിയപ്പോൾ ഇതായത് ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ ഇതിപ്പോൾ ഇത് ഗവൺമെൻറ് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫുള്ള് ഇവിടെ ഉണ്ട്.